കുഞ്ഞിമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? ഒരിടത്തൊരിടത്ത് ഒരു കുറുക്കനുണ്ടായിരുന്നു. അവന്റെ പേര് കിട്ടു. കിട്ടുക്കുറുക്കൻ. ഒരു ദിവസം നമ്മുടെ കിട്ടുക്കുറുക്കൻ നടക്കാനിറങ്ങി. നടന്നു പോയപ്പോൾ ഒരു മുന്തിരിത്തോട്ടം. മുന്തിരി വള്ളികളിൽ നല്ല ഒന്നാന്തരം മുന്തിരിങ്ങകൾ വിളഞ്ഞു പഴുത്തു നിൽക്കുന്നു. കുറുക്കന് കൊതിയായി. വായിൽ വെള്ളം നിറഞ്ഞു. ഹായ്, എന്ത് രുചിയായിരിക്കും ഈ മുന്തിരിങ്ങ കഴിക്കാൻ. കുറച്ചു പറിച്ചേക്കാം എന്നും പറഞ്ഞ് ആവേശത്തിൽ നമ്മുടെ കിട്ടുകുറുക്കൻ ഓടി വന്ന് ചാടി നോക്കി. അയ്യോ, കിട്ടിയില്ല. സാരമില്ല, ഒന്നും കൂടി ശ്രമിക്കാം. അവൻ വീണ്ടും ചാടി നോക്കി. ഇത്തവണയും കിട്ടിയില്ല. ഒരിക്കൽ കൂടി നോക്കാം എന്നു പറഞ്ഞ് കൂടുതൽ ആവേശത്തോടെ നമ്മുടെ കിട്ടുകുറുക്കൻ ഒറ്റച്ചാട്ടം. അയ്യോ അമ്മേ, എന്റെ നടു പോയേ. അയ്യോ, കിട്ടുകുറുക്കൻ താഴെ വീണു. നടുവും വേദനിച്ചു. നടുവൊക്കെ തടവി പതുക്കെ നമ്മുടെ കിട്ടുകുറുക്കൻ എഴുന്നേറ്റു. വീണ്ടും അവൻ മുന്തിരിക്കുലകളെ നോക്കി. എന്നിട്ട് പറഞ്ഞു, അയ്യേ, ആർക്ക് വേണം ഈ മുന്തിരിങ്ങ? എന്തൊരു പുളിപ്പാ ഇതിന്, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പതുക്കെ നടുവും തടവിപ്പോയി. അങ്ങനെ പോകുന്ന വഴിക്ക് അവൻ അവന്റെ മറ്റൊരു കൂട്ടുകാരനെ കണ്ടു, പങ്കൻ കുറുക്കൻ. കിട്ടുവിനെ കണ്ടപാടെ പങ്കൻ ചോദിച്ചു, ഹേ കിട്ടു, നീ എന്താ നടുവും തടവി വരുന്നത്? എന്തു പറ്റി നിന്റെ നടുവിന്? അതെ പങ്ക, ഞാൻ ചെറുതായിട്ടൊന്ന് വീണു. വീണോ? എങ്ങനെ വീണു? ഒന്നുമില്ല, ഞാൻ ദേ അവിടെ നല്ല മുന്തിരിങ്ങ കണ്ടു. ചുമ്മാ ഒരു രസത്തിന് അത് പറിക്കാൻ വേണ്ടി ഒന്ന് ചാടി നോക്കിയതാ. എന്നിട്ട് മുന്തിരിങ്ങ കിട്ടിയോ? പങ്കൻ ചോദിച്ചു. ഏയ്, എനിക്ക് മുന്തിരിങ്ങ ഒന്നും കിട്ടിയില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് മുന്തിരിങ്ങ ഇഷ്ടമല്ല. ഞാൻ പിന്നെ ചുമ്മാ വെറുതെ ഒരു രസത്തിന് കുറച്ച് മുന്തിരിങ്ങ പറിക്കാം എന്ന് വിചാരിച്ചു ചുമ്മാ ചാടി നോക്കിയതാ. എന്തൊരു പുളിപ്പാ ഈ മുന്തിരിങ്ങയ്ക്ക്. കിട്ടൂ, ചുമ്മാ കള്ളം പറയല്ലേ. നിനക്ക് മുന്തിരിങ്ങ കിട്ടിയില്ല, നടുവും വേദനിച്ചു. ആ ദേഷ്യത്തില് കിട്ടാത്ത മുന്തിരിങ്ങയ്ക്ക് പുളിപ്പാണെന്ന് വെറുതെ പറയല്ലേ. നല്ല ഒന്നാന്തരം മുന്തിരിങ്ങ ഞാൻ കഴിച്ചിട്ടുള്ളതാ, നമ്മുടെ പങ്കൻ പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ കിട്ടുകുറുക്കൻ ചോദിച്ചു, നീ എങ്ങനെ മുന്തിരിങ്ങ കഴിച്ചു? അത് ഞാൻ പറഞ്ഞു തരാം, നമ്മുടെ പങ്കൻ പറഞ്ഞു. പിന്നെ എനിക്കൊരു കൂട്ടുകാരിയുണ്ട്, തത്തക്കുട്ടി. തത്തക്കുട്ടി ഒരു ദിവസം പറക്കാൻ പോയപ്പോഴാണ് മുന്തിരിത്തോട്ടത്തിൽ നല്ല വിളഞ്ഞു പഴുത്ത മുന്തിരിങ്ങകൾ കണ്ടത്. കുറേ മുന്തിരിങ്ങ തത്തക്കുട്ടി കൊത്തിത്തിന്നു. കുറേ മുന്തിരിങ്ങ തത്തക്കുട്ടി കൊത്തി താഴെയിട്ടു എനിക്ക് തരാനായിട്ട്. എന്നിട്ട് തിരികെ പറന്നു വന്ന് എന്നോട് പറഞ്ഞു, പങ്കാ, നിന്റെ പങ്ക് ദേ ഞാൻ അവിടെ മുന്തിരിത്തോട്ടത്തിൽ വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കണേ എന്ന്. അത് കേട്ടതും ഞാൻ ഓടി മുന്തിരിത്തോട്ടത്തിലെത്തി. അപ്പോഴതാ നല്ല തുടുത്ത് പഴുത്ത മുന്തിരിങ്ങകൾ താഴെ കിടക്കുന്നു. ഞാൻ ഒരെണ്ണം എടുത്ത് വായിൽ വെച്ചു. എന്തൊരു മധുരം! ആ മധുരം ഇപ്പോഴും എന്റെ നാക്കിലുണ്ട്. അപ്പോഴാണ് നീ പറയുന്നത് മുന്തിരിങ്ങയ്ക്ക് പുളിയാണെന്ന്. വെറുതെ കള്ളം പറയല്ലേ. ഇത് കേട്ടതും നമ്മുടെ കിട്ടുകുറുക്കൻ അത്ഭുതത്തോടെ പങ്കൻ കുറുക്കനെ നോക്കിയിരുന്നു. ഹോ, എന്നാലും എന്റെ പങ്ക, എന്നെ കൂടാതെ നിനക്കിങ്ങനെ ഒരു സുഹൃത്തുണ്ടോ? ആട്ടെ, ഈ തത്തക്കുട്ടിയോട് പറഞ്ഞാൽ എനിക്കും മുന്തിരിങ്ങ കിട്ടുമോ? ഞാൻ പറയാം, തത്തക്കുട്ടി ഒരു നല്ല കൂട്ടുകാരിയാ, എല്ലാവരെയും സഹായിക്കും. അതുകൊണ്ട് ഞാൻ നിന്റെ കാര്യം കൂടി തത്തക്കുട്ടിയോട് പറയാം. അപ്പോഴേക്കും പങ്കൻ കുറുക്കനും കിട്ടുക്കുറുക്കനും ഒരു ചിറകടി ശബ്ദം കേട്ടു. നമ്മുടെ തത്തക്കുട്ടി വരുന്നു. ഹേ തത്തക്കുട്ടി! ഹലോ പങ്ക, എന്തൊക്കെയുണ്ട് വിശേഷം? തത്തക്കുട്ടി ചോദിച്ചു. ഇതാരാ നിന്റെ കൂടെ? അത് ഞാൻ പറയാം, നമ്മുടെ പങ്കൻ പറഞ്ഞു. ഇതെന്റെ കൂട്ടുകാരൻ കിട്ടു. അവനെ ഇന്ന് വഴിയിൽ വെച്ച് കണ്ടതാ. പിന്നെ നീ എനിക്ക് തന്ന പോലെ കുറച്ച് മുന്തിരിങ്ങ അവന് കൂടി പറിച്ചു കൊടുക്കുമോ? കാരണം
അവൻ മുന്തിരിങ്ങ പറിക്കാൻ നോക്കി. പക്ഷേ താഴെ വീണു. നടുവും വേദനിച്ചു. പാവത്തിന് മുന്തിരിങ്ങ കിട്ടിയില്ല. കുറച്ചു മുന്തിരിങ്ങ കൊടുക്കുമോ? അതിനെന്താ, ഇപ്പൊ ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് തത്തക്കുട്ടി വീണ്ടും പറന്ന് മുന്തിരിത്തോട്ടത്തിൽ പോയി. എന്നിട്ട് നല്ല മുന്തിരിക്കുല നോക്കി കുറച്ച് കായ പറിച്ച് താഴെയിട്ടു. എന്നിട്ട് വിളിച്ചു, പങ്കാ, കിട്ടു, വാ, മുന്തിരിങ്ങ റെഡിയാ. അങ്ങനെ കിട്ടുവും പങ്കനും കൂടി മുന്തിരിത്തോട്ടത്തിൽ പോയി തത്തക്കുട്ടിയോടൊപ്പം മതിയാവോളം മുന്തിരിങ്ങ കഴിച്ചു. ഇതാണ് ഇന്നത്തെ നമ്മുടെ കഥ. ഇതിൽ നിന്ന് എന്താ നമ്മൾ പഠിക്കുന്നത്? നമ്മൾ ഒരു കാര്യം കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു, എന്നാൽ നമുക്കത് കിട്ടിയില്ല, അതുകൊണ്ട് മാത്രം അത് നല്ലതല്ല എന്ന് പറയുന്നത് ഒരു നല്ല സ്വഭാവമല്ല. നമ്മൾ പരിശ്രമിച്ചിട്ടും നമുക്ക് വേണ്ട സാധനം കിട്ടിയില്ലെങ്കിൽ അതിന് നമുക്ക് മറ്റുള്ളവരുടെ സഹായം തേടാമല്ലോ. ഇതുപോലെ നമ്മുടെ പങ്കം കുറുക്കന്റെയോ തത്തക്കുട്ടിയുടെയോ പോലെയുള്ള നല്ല സുഹൃത്തുക്കളുടെയും നല്ല ആളുകളുടെയും ഒക്കെ സഹായം തേടിയാൽ നമ്മൾ കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഇതാണ് ഇന്നത്തെ നമ്മുടെ കഥ. അപ്പോഴേ ഇന്നും കഥയോടൊപ്പം നമ്മളെ സ്നേഹമറിയിച്ച നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ പേരുകൾ കൂടി പറയണ്ടേ? വിദ്യുത് വരുൺ, അൻഷ് രതീഷ്, ഭീം, നളന്ദ, നൈനിക കിങ്ങിണി, ഋതു രനീവ്, നിയുക്ത നിതിൻ, വാമിക, ആദികേഷ് ജിതിൻ, ആൽഡ്രിൻ ഷാരോൺ. ഇവരോടൊപ്പം പിറന്നാൾ കുട്ടികളുമുണ്ട്. അദ്വിക് അതുൽ സുന്ദർ, നെയ്തൻ റെനി, നിതാര. കൺമണികൾക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. എല്ലാ ചക്കരക്കുട്ടികൾക്കും ചക്കരയുമ്മ, ഉമ്മ. അച്ഛനമ്മമാരെ, കഥയോടൊപ്പം കുഞ്ഞുങ്ങളുടെ പേരുകൾ കൂടി പറയണം എന്നുണ്ടെങ്കിൽ ആപ്പിൾ സ്റ്റോറി ക്ലബിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് വരണേ. ആപ്പിൾ സ്റ്റോറി ക്ലബ് എന്നാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിന്റെ പേര്. നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. ഒപ്പം കുഞ്ഞുങ്ങളുടെ പേര് ഒരു മെസ്സേജായി ഞങ്ങൾക്ക് അയയ്ക്കുക. അടുത്തു വരാൻ പോകുന്ന 2 കഥകളിൽ ഏതെങ്കിലും ഒന്നിൽ തീർച്ചയായും നിങ്ങളുടെ കുഞ്ഞിന്റെ പേര് പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ കഥകളൊക്കെ പറഞ്ഞു തരുന്ന എന്റെ പേര് അഞ്ജലി, അഞ്ജലി രാജൻ, ദില്ലി. അപ്പോൾ നമുക്കിനി മറ്റൊരു കഥയുമായി കാണാം.